പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഈ മണ്ണിൽ ജീവിച്ചിരുന്നപ്പോൾ ഈശോയുടെ വചനം കേൾക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവജനം ഒരുമിച്ച് കൂടി. ഈശോ പറഞ്ഞ വാക്കുകൾ, ഈശോയുടെ ഓരോ നിലപാടും അവരിൽ അത്ഭുതകരമായ മാറ്റമുളവാക്കി. ഈ ദൈവരാജ്യ ശുശ്രൂഷ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയൊരു ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നത് അപ്രകാരം യേശുവിൽ നിന്ന് വലിയ സൗഖ്യവും കൃപയും സ്വീകരിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, പലവിധ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒത്തിരി വിഷമങ്ങളും ഭാരങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി നിങ്ങളുടെ നിയോഗം അതെന്താണോ അത് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിശക്തമായ ഒരു പ്രാർത്ഥന ഇപ്പോൾ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് ദൈവം ഒരു വലിയ കൃപ നിന്റെ മേൽ ചൊരിയുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിന്റെ നിയോഗം എന്താണോ അത് സമർപ്പിക്കുക. അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് ദൈവമേ എന്നിൽ സംഭവിക്കണമേ ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇതാ ഒരു ദൈവിക സ്തുതിപ്പുകളായി, പരിശുദ്ധാത്മാവിന്റെ കൃപയായി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ഒന്ന് ഈശോയേന്ന് വിളിച്ചേ, ആബാപിതാവേന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേന്ന് വിളിച്ചേ. വലിയൊരു കൃപ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കൈയടിച്ച് പാടാമോ? സന്തോഷത്തോടെ ചേർന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നത് മനസ്സിൽ കാണണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുക. ചേർന്ന് എന്നിൽ നിറഞ്ഞിടൂ. ചേർന്ന് പാടിക്കേ. ആമേൻ. ചേർന്ന് ചേർന്ന് സ്വർഗ്ഗത്തിന്റെ ശക്തി എന്നിൽ നിറഞ്ഞിടൂ. ശക്തി തൻ അഭിഷേകമാ സംഭവിക്കട്ടെ എന്നിൽ വന്നു നിറയണമേ. ചേർന്ന് പാടി ശുശ്രൂഷ സമയത്ത് ശക്തി തൻ അഭിഷേകമാ എന്നിൽ വന്നു നിറയണമേ. സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നിൽ നിറഞ്ഞിടൂ. ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കൾ ഒരുമിച്ച് ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആരാധന 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 സന്തോഷത്തോടെ ആ കൈകളൊക്കെ ഒന്ന് കുപ്പിക്കൊണ്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷ സമയം പഴയ നിയമത്തിലെ മോശയും ദൈവവും തമ്മിലുള്ള വലിയ ഒരു സംഭാഷണം നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം നമ്മൾ വെളിപ്പെട്ട് സ്വീകരിക്കുകയാണ്. അതായത് മോശയെ ദൈവം തിരഞ്ഞെടുത്ത് വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സമയം മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഏതാണ് ആ ചോദ്യം? പലരുടെയും മനസ്സിൽ ആ ചോദ്യം തെളിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം, ബൈബിളും തുറന്നേ. പുറപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് എക്സോഡസ്, ചാപ്റ്റർ 3, 3-ാം അധ്യായം, അതിൻ്റെ 13-14. ചാപ്റ്റർ 3 വേഴ്സ് 13 and 14. ഒരു കുഞ്ഞു ചോദ്യം, പക്ഷേ വളരെ ശക്തമായൊരു ചോദ്യം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 13-ാം തിരുവചനം. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്താണ് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? കാരണം മോശ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരം 14-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയാണ്, ഞാൻ തന്നെ. മോശയ്ക്ക് ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഞാൻ തന്നെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ തന്നെ. എന്നാൽ ഈ പറഞ്ഞ ഈ പേര് മോശയ്ക്ക് പിന്നീട് മനസ്സിലാക്കപ്പെട്ടത് ചില പ്രവൃത്തികളിലൂടെയാണ്. പേരെപ്പോഴും വെളിപ്പെടുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പുറപ്പാടിൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ 14-ാം അധ്യായം, നമുക്കറിയാം 14-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയും ഏത്? ചെങ്കടൽ. ഇസ്രായേൽ ജനം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വഴി തുറന്നുകൊണ്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞവൻ തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ സ്വഭാവം? ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. തൊട്ടടുത്ത അധ്യായം 15-ാം അധ്യായത്തിൽ കുടിക്കാൻ ഒരു തുള്ളി ജലം പോലുമില്ല, ചുറ്റും കയ്പ് നിറഞ്ഞ ജലം കിടക്കുമ്പോൾ ഇസ്രായേൽ ജനം പിറുപിറുക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുമ്പോൾ മോശയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന പോലെ ഇതാ കുടിക്കാൻ ജലം കൊടുക്കുകയും വിശന്നപ്പോൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്ത് സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയെ കൊടുക്കുമ്പോൾ ദൈവം അവരെ പഠിപ്പിച്ച രണ്ടാമത്തെ ഒരു പാഠം എന്താണ്? ഐ ആം ദ വൺ ഹൂ പ്രൊവൈഡ്സ്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം സാധിച്ചു തരുന്നവനാണ്. അപ്പോൾ ഓരോ സംഭവങ്ങളിലും കൃത്യം വ്യക്തമായി ദൈവം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം ദൈവം പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറഞ്ഞത് മോശയുടെ ബുദ്ധിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ യാത്ര എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. ആരാണ് നിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ കൃത്യമായി ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ വഴി നടത്തുന്നവൻ, എനിക്ക് എല്ലാം സാധിച്ചു തരുന്നവൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിലാണ് രോഗപീഡയാൽ വലയുന്ന ഇസ്രായേൽ ജനതയോട് ഇതാ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സുഖപ്പെടുത്തുന്നവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ. ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിർത്തിയത് എങ്ങനെയെന്ന് ഇസ്രായേൽ ജനം മനസ്സിലാക്കി. അപ്പോൾ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ തിരിച്ചറിയുകയാണ്. പഴയ നിയമത്തിലെ ജനതയ്ക്ക് മനസ്സിലായി, ഞങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളുടെ വിഷമങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു ദൈവസങ്കല്പം യഹൂദ പശ്ചാത്തലത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇതാ പുതിയ നിയമത്തിൽ, ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമത്തിൽ ഈശോ കടന്നു വരുന്നത്. ഈശോ കടന്നു വന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം പഴയ നിയമത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ഞാൻ തന്നെ എന്ന് പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് ഈശോയുടെ സംസാരത്തിലും പ്രവൃത്തിയിലൂടെയും അത് കൃത്യമായി വെളിപ്പെടുകയായിരുന്നു.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമുള്ള ഒരു ദൈവമുണ്ടെന്നും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഉത്തരമായി ഈ ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്നും നിന്നെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ തിരുഹൃദയത്തോട് അത്രത്തോളം ആദരവും ബഹുമാനവും ഒക്കെ കാണിച്ച് ജൂൺ മാസ കാലഘട്ടം അങ്ങനെയാണല്ലോ, തിരുഹൃദയത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട നാളുകൾ. എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, കേവലം വർഷത്തിലെ ചില ദിവസങ്ങൾ മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല തിരുഹൃദയ തിരുനാളും തിരുഹൃദയ വണക്കവും ബഹുമാനവും. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി നമ്മൾ എന്നും സൂക്ഷിക്കേണ്ട ഒന്നാണ് തിരുഹൃദയം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ അറിയുന്ന ഒരു ദൈവം തുറക്കപ്പെട്ട ഹൃദയത്തോടുകൂടി നിനക്ക് വേണ്ടി എന്നും മിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ജീവിതത്തിൽ എന്നും അനുഭവിക്കാൻ ഈ ശുശ്രൂഷ സമയം നമ്മളെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ്. എവിടെയെല്ലാം ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഭാരങ്ങളും ഉണ്ടോ അവിടേക്ക് കടന്നു വന്ന് കൃത്യമായി നിന്നെ പഠിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ജീവിത പങ്കാളി മരണപ്പെട്ടു. അതിനുശേഷം കുടുംബം വല്ലാത്ത കഷ്ടപ്പാടിലൂടെ മുമ്പോട്ട് പോകുന്നു. കുറേ നാൾ വിഷമിച്ചിരുന്നു. എന്നാൽ ഈ സ്ത്രീ പറഞ്ഞത്, അച്ഛാ, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് വചനം വായിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്ന് മാത്രമല്ല, എൻ്റെ കുടുംബം ഇപ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ട സത്യം, നിന്റെ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലാണെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമ വഴികളിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 16 നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ദൈവവചനമാണ്. വചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതിരിക്കാൻ. എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ദേ പറയുന്ന എന്നെക്കുറിച്ചും കേൾക്കുന്ന നിന്നെക്കുറിച്ചുമാണ്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ സങ്കടപ്പെട്ട് ജീവിക്കാതിരിക്കാൻ, നമ്മൾ ഭാരപ്പെട്ട് ജീവിക്കാതിരിക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, യേശു ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള സത്യം ഈ ലോകം മുഴുവൻ എന്നും പടയാനും പഠിപ്പിക്കാനും നിയോഗമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ വലിയ സത്യം ആവർത്തിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെ കുറവുകളുണ്ടോ അവിടേക്ക് ആര് കടന്നു വരും? ദൈവം കടന്നു വരും, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ യോഹന്നാൻ്റെ സുവിശേഷ പ്രകാരം ആദ്യത്തെ അത്ഭുത പ്രവൃത്തി നമ്മുടെ മുമ്പിൽ വിവരിക്കുകയാണ്. ഈ അത്ഭുത പ്രവൃത്തി വിവരിക്കുമ്പോൾ കൃത്യമാണ് യോഹന്നാൻ സുവിശേഷകൻ വായിക്കുന്ന എന്നോട് പറയുന്ന കാര്യം, കേൾക്കുന്ന നിന്നോട് പറയുന്ന കാര്യം. എവിടെ കുറവുകളുണ്ടോ അവിടേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. കാനായിലെ വിവാഹ വിരുന്ന് ഒരു വീടാണ്. ആ വീട്ടിലെ നാണക്കേട്, മാനക്കേട്, ആ കുടുംബം കടന്നു പോകുന്നൊരവസ്ഥ, ആ കുടുംബത്തിൻ്റെ കുറവിലേക്ക് കടന്നു വന്നൊരു ദൈവം ഇതാ ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ആ ദൈവം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്റെ പക്കലേക്കും കടന്നു വരുന്നു. നീന്ന് കടന്നു പോകുന്ന ഏത് ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും അവസ്ഥയിൽ നിനക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ താളുകളും വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു സുന്ദരമായ അവസ്ഥ അത് ലൂക്കാസ് വിശേഷം അതിൻ്റെ 7-ാം അധ്യായം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കും. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. 7-ാം അധ്യായം 1-ാം ഭാഗം. അതിൻ്റെ തൊട്ടടുത്തൊരു ഭാഗമാണ് നായിമിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു.
ഒരമ്മ ജീവിതത്തിൽ ആകപ്പാടെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് മകൻ്റെ വിലാപയാത്രയുമായിട്ട് വരികയാണ്. സങ്കടമാണ്, ഭാരമാണ്, നഷ്ടമാണ്. ഇതാ ആ വിലാപയാത്രയുടെ എതിർവശത്ത് നിന്ന് കടന്നു വരുന്നത് യേശുവാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്, ഒരു പക്ഷേ നീയും ഇതുപോലെ നഷ്ടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ഭയത്തിൻ്റെ വിലാപയാത്രയിലായിരിക്കും. നിന്റെ വിലാപയാത്രയെ തടഞ്ഞു നിർത്തി കരയേണ്ട, വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. ഇത് വർഷങ്ങൾക്കെവിടെയോ കടന്നുപോയ കഥയല്ല, മറിച്ച് ജീവിക്കുന്നു. സത്യമായും അവൻ ഇന്നും ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ വിലാപയാത്രയെ തടഞ്ഞു നിർത്തി നിനക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തി ചെയ്യുന്നവൻ, വെറുതെ കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, അവൻ പ്രവർത്തിച്ചു കാണിച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം, ഇന്ന് ജീവിതത്തിൻ്റെ ഏതെല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ, ആ തകർക്കപ്പെട്ട അവസ്ഥയുടെ മുമ്പിൽ ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യം, എനിക്ക് ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ മോശ ചോദിച്ച ചോദ്യത്തിൻ്റെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, എൻ്റെ ജീവിതത്തിൽ എന്നെ അറിയുന്ന, എൻ്റെ ജീവിത വഴികളിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കുഞ്ഞ് എക്സസൈസ് പറയാം. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയണം, എനിക്ക് ഒരു ദൈവമുണ്ട്, എനിക്ക് എൻ്റെ ഈശോയുണ്ട്. ഇത് നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാരം വിട്ടുമാറും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ഓർത്തോർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. എല്ലാം തീർന്നല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും? ആ നഷ്ടത്തിൻ്റെ, ഭാരത്തിൻ്റെ, ഭയത്തിൻ്റെ നടുവിലേക്ക് ഇതാ ഈശോ കടന്നു വരികയാണ്. നടുക്കടലിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വഞ്ചിയിൽ വിഷമിച്ച് നിന്നിരുന്ന ശിഷ്യന്മാരുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചോളൂ. ഈ നടുക്കടലിൽ കടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനാണ്? ആര് രക്ഷിക്കാനാണ്? ഉയർന്നു വരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിഷമിക്കുന്ന ശിഷ്യന്മാരുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ മതി. എന്ത് മനസ്സിലാക്കും? ഇതാ ഈ ഭൂമിയിൽ നിനക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്റെ പക്കലേക്ക് കടന്നു വരുന്നൊരു ദൈവമുണ്ട്. പത്രോസ് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. ആ പത്രോസിൻ്റെ കൈക്ക് പിടിച്ചൊരു ദൈവമുണ്ട്. നിന്റെ മേലും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ലോകത്തോട് വിളിച്ചു പറയണം. വെറും കുറച്ച് ദിവസങ്ങളിൽ മാത്രം തീർക്കേണ്ട ഒന്നല്ല തിരുഹൃദയം, മറിച്ച് ഈ ലോകത്തോട് പഠിപ്പിക്കേണ്ട കാര്യം, എനിക്ക് ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറഞ്ഞ ഞാൻ തന്നെ എന്ന് പറഞ്ഞ ദൈവം ഇന്നും എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ വിശ്വാസത്തോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കാൻ പോവാണ്. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ ആരാധന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഭാരങ്ങളെല്ലാം കൊടുക്കണം. ഇത് ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇടപെടണമേ, പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തുക, കരങ്ങൾ കൂപ്പി ആരാധനയിൽ പങ്കെടുക്കുന്നു. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും
സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന കർത്താവേ, ഓ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം കർത്താവേ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കൃത്യമുത്തരം 14 അധ്യായം 1 തിരുവചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ പരിശുദ്ധ അൽത്താര നമ്മളെ ക്ഷണിക്കുന്നത് ഈ വലിയ വിശ്വാസ ബന്ധത്തിലേക്കാണ്. ഈശോ നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? നിത്യം നിലനിൽക്കുന്നൊരു ബന്ധത്തിലേക്ക് ഈശോ ക്ഷണിക്കുമ്പോൾ ഇന്നോ നാളെയോ ഈ മണ്ണിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലാണോ നിന്റെ ജീവിതത്തിലെ ബന്ധം കിടക്കുന്നത്? അതോ നിത്യമായ ജീവിതമാവുന്ന യേശു നൽകുന്ന ബന്ധത്തിലാണ്? നീ വ്യക്തമായി തിരിച്ചറിയണം. യേശുവാകുന്ന ബന്ധത്തിൽ വേണം ബാക്കി എല്ലാ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ. ഏത് കാര്യത്തിലാണ് സങ്കടം? ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ഏതെങ്കിലും കമന്റ്, ഏതെങ്കിലും ഡയലോഗുകൾ, ഏതെങ്കിലും ആശയങ്ങൾ നിന്റെ തലയ്ക്കകത്ത് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഇതാ ഈശോ നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ മകളെ, മനുഷ്യര് പറയുന്ന വാക്കുകളിൽ നിന്റെ ജീവിതം കുടുങ്ങിക്കിടക്കരുത്. മറിച്ച് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഈ അൾത്താര നിന്നെ പഠിപ്പിക്കുന്നു ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു ബന്ധത്തെക്കുറിച്ച്, അനശ്വരമായൊരു കൃപയെക്കുറിച്ച്. ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ബന്ധം യേശു നിനക്ക് വേണ്ടി നൽകുന്നു. ഈശോ നിന്നോട് പറയുന്നു, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട. കരങ്ങൾ ഇങ്ങനെ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഈശോ പറയുന്നു, നിനക്ക് കേൾക്കാം, നീ ഭയപ്പെടേണ്ട മകനെ മകളെ. ഭയപ്പെടേണ്ട മകനെ മകനെ മകളെ, ആമേൻ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ കരയരുതേ ഇനി എൻ കൺമണിയേ, ആമേൻ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ വരികൾ ആവർത്തിച്ച് സ്വയം പറഞ്ഞു പാടിക്കേ. എന്റെ ദൈവമേ, അങ്ങനെ പഠിപ്പിക്കുന്നു. കരയരുതേ സ്വയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു കാര്യത്തിന്റെ പേരിലും കരയില്ല. മറിച്ച് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങാണ് എൻ്റെ സർവശക്തൻ. അങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ ഭയപ്പെടേണ്ട. ഞാൻ ഒരു വ്യക്തിയുടെ മുമ്പിലും ഭയപ്പെടില്ല, ഒരാശയത്തിന് മുമ്പിലും ഭയപ്പെടില്ല. ഈ ഭൂമി ജീവിതത്തിൽ ഒരു കാര്യത്തിന് മുമ്പിൽ ഭയപ്പെടാതെ കർത്താവേ, നിവർന്ന് ജീവിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. നിന്റെ ജീവിതത്തിലെ കർത്താവ് ഭരിക്കുന്നു, കർത്താവ് ഭരിക്കുന്നു, കർത്താവ് ഭരിക്കുന്നു. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ദൈവമേ, യേശുവേ, കരയില്ല ഇനി ഞാൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ സ്വയം വിശ്വസിക്കുക, ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, ഭയപ്പെടാതെ ജീവിക്കാൻ എനിക്ക് നൽകുന്ന ആശീർവാദം വിശ്വസിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ.